ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാല് പഠന വൈകല്യം, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഏറ്റവും വലിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വരെ വർക്ക് ചെയ്യുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ഐക്യം ഉണ്ടായിരിക്കെ, അതായത് ബുദ്ധിയുടെ നിലവാരം ആവറേജും എബാവറേജും ഉണ്ടായിട്ടിരിക്കെ കുട്ടിക്ക് റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, അരിത്തമാറ്റിക്, ലാംഗ്വേജ് ഏരിയ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ, ടീച്ചേഴ്സിനെയും പാരന്റ്സിനും ഒക്കെ. ഈ ഒരു അവസ്ഥയ്ക്കാണ് ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വൈകല്യം, ഈ പഠന വൈകല്യം എന്ന് പറയുന്ന ഈ കാര്യം. നമ്മളിപ്പോ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ ഒരു പഠന വൈകല്യം എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. പണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടി, പഠിക്കാത്ത കുട്ടി, നമ്മൾ അങ്ങനെ അടച്ചങ്ങ് പറയുമല്ലോ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1000-100 പേരോ അങ്ങനെ എന്തൊരു കണക്കുണ്ടല്ലേ മാം ഈ ഒരു ഡിസബിലിറ്റി ഉള്ള പിള്ളേര്? 10-നും 15-നും ഇടയ്ക്കാണ് ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ ഒരു സ്കൂളിൽ ഉണ്ടാവുക. അപ്പൊ 1000 എന്ന് പറയുമ്പോൾ 100-നും 150-നും ഇടയ്ക്ക് ഉണ്ടാവും. ഇവർക്ക് മറ്റെല്ലാത്തിനും കഴിവുണ്ട്. അതായത് ഡാൻസ് ചെയ്യാനായിട്ട്, പാട്ട് പാടാൻ, ഒരു കാര്യം കണ്ടാൽ മനസ്സിലാക്കാൻ. അവരുടെ ഏത് ഏരിയയിലാണ് അവർക്ക് കഴിവ് ബ്രെയിനിലുള്ളതെന്ന് വെച്ചാൽ ആ ഏരിയ അവർ ഫങ്ഷൻ ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും. ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവർ ഡാൻസ് ചെയ്യും, പാട്ട് പാടാൻ, വരയ്ക്കാൻ, ഇതെല്ലാം ചെയ്യും. പക്ഷേ അവരുടെ പ്രശ്നം വരുന്നത് പഠനത്തിലാണ്. എഴുതാനും പറ്റുന്നില്ല, വായിക്കാനും. ചില കുട്ടികൾക്ക് വായിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വായിച്ച് നമ്മൾ വായിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെങ്ങനെയെങ്കിലും എഴുതി പിടിപ്പിക്കും. ചിലർക്ക് വായിക്കും പക്ഷെ എഴുതാൻ പറ്റില്ല. അത് വന്നത് കൂടുതലും അഫക്ട് ചെയ്യുന്നത് മാത്സിലൊക്കെയാണ്. ഈ മാത്സിലൊക്കെ റീഡിങ് സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണമല്ലോ കണക്ക് ചെയ്യണം. അപ്പൊ റീഡിങ് അവിടെ അഫക്ട് ചെയ്യും. ഇപ്പൊ ഒരു 6+3 ഇട്ട് കൊടുത്ത 9 അവർ ചെയ്യും. പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലത്തിൽ വന്നു കഴിഞ്ഞാല് രാജു ഹാസ് 6 mangoes, ഹിസ് മദർ ഗേവ് 3 mangoes, ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ചോദിച്ചാൽ അവർക്ക് വായിച്ചെടുത്ത് ആ 6+3 ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമുക്ക് എപ്പോഴാ കണ്ടുപിടിക്കാൻ പറ്റുക കുഞ്ഞിന്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ? ഏറ്റവും കണ്ടുപിടിക്കാൻ ഏറ്റവും നമുക്ക് പറ്റുന്നത് LKG തന്നെയാണ്. LKG മുതലേ ഉണ്ടാവും. കാരണം എവിടെ റീഡിങ് വരുന്നു, അല്ലെങ്കിൽ എവിടെ റൈറ്റിംഗ് ആദ്യം തുടങ്ങുന്നു, എവിടെ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടി വരുന്നു, കുട്ടി റീഡിങ്ങിലും റൈറ്റിംഗിലൊക്കെ ഉപയോഗിക്കേണ്ടി, അവിടെ തുടങ്ങും പ്രശ്നം. അപ്പോ ഒരു LKG ടീച്ചർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും, കുട്ടീനെ മനസ്സിലാക്കാൻ പറ്റും, ആ പാരന്റിന് മനസ്സിലാക്കാൻ പറ്റും. അതെ, നമ്മളൊരു പഠിപ്പിക്കാനിരിക്കുമ്പോ, ഹോംവർക്ക് ഒക്കെ ചെയ്യിക്കാനിരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കി എടുക്കണം.